അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, അവരെ നോക്കി ഇവരെ നോക്കി അവരെല്ലാം എന്തെല്ലാം നേടി ഇവരെല്ലാം എന്തെല്ലാം നേടി എന്നൊക്കെ. സത്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ജീവിതം കൊണ്ട് എന്താണ് നേടിയത്? അവർ ജീവിക്കുന്ന സാഹചര്യം കലുഷിതമായിരുന്നു. ഇസ്ലാം ആയതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും യാതനകളും അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ അവർ അകറ്റി, മക്കളെയും രക്ഷിതാക്കളെയും അവർ തമ്മിൽ അകറ്റി, ജന്മദേശത്ത് നിന്ന് അവരെ പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്തിട്ട് ഒന്നുമില്ലാത്തവരായി അവരെ നാട് കടത്തുന്ന സാഹചര്യമുണ്ടായി. മനുഷ്യൻ്റെ ശരീരത്തിൽ ആയുധങ്ങൾ പറ്റിയാലുള്ള വേദന പലപ്പോഴും ബ്ലേഡോ കത്തിയോ ഒക്കെ പറ്റിയിട്ട് നമ്മളും അനുഭവിച്ചിട്ടുണ്ടാവും. മനഃപൂർവ്വം ഒരാളുടെ ദേഹത്ത് മൂർച്ചയേറിയ വാളുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുമ്പോൾ അതിനെത്ര വേദനയുണ്ടാകുമെന്ന് ആലോചിച്ചാൽ മതി. ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും അനുഭവിച്ചും എല്ലാം ഏറ്റുവാങ്ങിയും മുന്നോട്ട് പോയ സ്വഹാബത്ത് എന്ത് നേടി? നമുക്ക് ഒന്നും നേടാൻ പറ്റിയില്ലല്ലോ. ഞാൻ സൗന്ദര്യമില്ലല്ലോ, ആരോഗ്യമില്ലല്ലോ, എൻ്റെ കൂടെ ജീവിക്കാൻ ഇണയില്ലല്ലോ, എൻ്റെ മക്കൾക്കൊരു അത്താണിയില്ലല്ലോ, ഒരു നല്ല വീടില്ലല്ലോ എന്നെല്ലാം ആലോചിച്ച് വിഷമിക്കുന്ന നിരവധി ആളുകളുണ്ട്. സത്യത്തിൽ നമ്മുടെ സ്വഹാബത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും അവർ നേടേണ്ട ഒന്ന് നേടിയിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. വലിയ പണക്കാരനായി ജനിച്ച മിസ്അബ് റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ കയ്യിൽ ഒന്നുമില്ലാതെയാണ് മരിച്ചത്. ഒരു പുതപ്പ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ പുതപ്പ് കൊണ്ട് കാല് മറച്ചാൽ തലയും തലമറച്ചാൽ കാലും പുറത്തായിരുന്നു. എന്തു നേടി മിസ്അബ്? മഹാനായ സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരുപാട് പണവും സൗകര്യവും തനിക്ക് വന്നിണങ്ങി. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം തൻ്റെ മുന്നിൽ വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കൂടെ ജീവിച്ച ത്വൽഹയും സുബൈറുമെല്ലാം പടച്ച റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക് പോയി എന്നാണ്. ജീവിതത്തിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും അവരെ അലട്ടിയിരുന്നില്ല. കാരണം അതെല്ലാം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണെന്നും തീരുമാനമാണെന്നും അവർ ക്ഷമയോടുകൂടെ അതിനെ സമീപിക്കുകയും പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തു. എന്നിട്ടവർ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ജീവിതമെന്ന് പറഞ്ഞാൽ ഇവിടെയല്ല, അവിടെയാണ്, സ്വർഗത്തിൽ. ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തെ നേട്ടങ്ങളല്ല, മറിച്ച് സ്വർഗത്തിലുള്ള നേട്ടങ്ങളാണെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് എല്ലാം ത്യജിച്ചു. ബിർറുമാ, കിണർ വാങ്ങിച്ചു കൊടുക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്ന് നബിയുടെ കയ്യിൽ സ്വർണത്തിൻ്റെ നാണയങ്ങളുടെ കിഴി കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, ഇതാ ബിർറുമാ, കിണർ വിശ്വാസികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. ലൻ തനാൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യാതെ നിങ്ങളുടെ പക്കൽ നിന്ന് പുണ്യമായി സ്വീകരിക്കില്ലെന്ന ആയത്ത് കേട്ടപ്പോൾ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള സ്വത്ത്, ഏറ്റവും വലിയ വരുമാനമുള്ള ബൈറുഹാ തോട്ടം, മദീന പള്ളിയുടെ നേരെ ചാരത്തുള്ള ആ തോട്ടത്തിൽ പ്രവാചകൻ പോയി ഇരിക്കാറുണ്ടായിരുന്നു. നല്ല തണുത്ത കുടിനീര് കുടിക്കാറുണ്ടായിരുന്നു. അവിടുത്തെ തണൽ കൊള്ളാറുണ്ടായിരുന്നു. ഏറ്റവും സ്വാദിഷ്ടമായ ഈത്തപ്പഴം അവിടെ നിന്ന് കഴിക്കാറുണ്ടായിരുന്നു. ആ ബൈറുഹാ തോട്ടം അള്ളാഹുവിൻ്റെ റസൂലെ, സ്വർഗം ലഭിക്കാൻ ഇതാ ഞാൻ ദാനമായി നൽകുന്നു. കൂരിരുട്ടിൽ, അതിശക്തമായ ചൂടിൽ, വിദൂരതയിലുള്ള ഇടങ്ങളിൽ എല്ലാം അവർ എത്തി. അവർക്കൊന്നും തടസ്സമായിരുന്നില്ല. കാരണം നേടാനുള്ള ഏറ്റവും വലിയ നേട്ടം അത് സ്വർഗമാണെന്ന് അവർ മനസ്സിലാക്കി. നഷ്ടപ്പെടുന്നതൊന്നും നഷ്ടമല്ലെന്നും പടച്ച റബ്ബിൻ്റെ ദീനിന് വേണ്ടിയാണെന്ന് കൂടെ മനസ്സിലായപ്പോൾ ഇതും ഒരു പ്രതിഫലമായിട്ട് മാറും എന്നതായിരുന്നു അവരുടെ പ്രതീക്ഷ. നമുക്കെത്രത്തോളം ആ പ്രതീക്ഷയുണ്ട്? നമുക്കെത്രത്തോളം ആ സമാധാനമുണ്ട്? ജീവിതത്തിൽ കിട്ടിയില്ല, ലഭിച്ചില്ല എന്നും പ്രയാസമാണ്, കഷ്ടപ്പാടാണ്, രോഗമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് എന്നും പരാതിയുമായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഈ ദുനിയാവ് എന്താണെന്നറിയുമോ? മരണത്തിനപ്പുറത്തൊരു സ്വർഗമുണ്ടെന്നറിയുമോ? ഈ പരാതികളെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി, പടച്ച റബ്ബേ, ക്ഷമിച്ചും സഹിച്ചും ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്, നിൻ്റെ പക്കലുള്ള സ്വർഗം എനിക്ക് നൽകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ആ മഹാനായ അബൂസലമ മരണപ്പെട്ടു പോയപ്പോൾ ഉമ്മുസലമ വിധവയായി. മക്കൾ ചെറിയ മക്കളാണ്, പറക്കമറ്റാത്ത എണ്ണമറ്റ മക്കളെ ഉപേക്ഷിച്ച് അബൂസലമ മരിച്ചു പോയപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മുസലമയെ പഠിപ്പിച്ചു. എന്ത്? ഒരു പ്രാർത്ഥന. എന്താണ് അതിനകത്തുള്ളത്? അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ.
അള്ളാഹുവെ എന്നെ ബാധിച്ച ഈ പരീക്ഷണത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ, ഇതിനേക്കാൾ ഉത്തമമായതിന് നീ എനിക്ക് തിരിച്ചു നൽകണമേ. ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഉമ്മു സലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുകയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പട്ടികയിൽ ഉമ്മു സലമ ഇടം പിടിക്കുകയും ചെയ്തു. നോക്കൂ, ക്ഷമയും സഹനവും പ്രാർത്ഥനയും പരിശ്രമവുമാണ്. ഈ ദുനിയാവ് നമ്മുടെ മുമ്പിൽ താൽക്കാലികമാണ്. വെട്ടിപ്പിടിച്ചവരും അടക്കി വച്ചവരും ആസ്വദിച്ചവരും സുഖലോലുപതയുടെ മടിത്തട്ടിൽ ജീവിതം കഴിച്ചുകൂട്ടിയവരും അധികാരി വർഗവും എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. നമ്മളും ഒരു നാളിൽ ഇവിടം വിട്ടുപോകും. അടുത്ത തലമുറ ഇവിടെ വരും, അവരും വിട്ടുപോകും. പിന്നത്തെ തലമുറ വരും, അവരും വിട്ടുപോകും. ഈ ലോകം തന്നെ തകർന്ന് തരിപ്പണമാകുമ്പോൾ പിന്നീട് ഒരു ലോകം പ്രത്യക്ഷപ്പെടും. ദാലിക്കൽ യൗമുൽ ഹഖ്, ആ ദിവസം സത്യമാണ്, ആ പരലോകം സത്യമാണ്. അതുകൊണ്ട് അവിടെ ജയിക്കാൻ നമുക്കാകണം, അവിടെ സ്വർഗം നമുക്ക് ലഭിക്കണം. ആ സ്വർഗം നമുക്ക് ലഭിച്ചാൽ എഴുതി വെക്കണം, ഈ ദുനിയാവിൽ നമുക്കൊരു നഷ്ടവുമില്ല. ദുനിയാവിൽ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിച്ചവർ സ്വർഗത്തിലെത്തുമ്പോൾ അള്ളാഹു ചോദിക്കും, ദുനിയാവ് എങ്ങനെ ഉണ്ടായിരുന്നു? ദുനിയാവിലെ കഷ്ടപ്പാടെല്ലാം മറപ്പിക്കും വിധമുള്ള അനുഗ്രഹങ്ങളുടെ കേന്ദ്രമാണ് സ്വർഗം. സോ നമുക്കൊന്നും ലഭിച്ചില്ല എന്ന് പരാതിപ്പെടുമ്പോൾ സ്വഹാബത്തിനെന്ത് ലഭിച്ചു? അത് നമുക്കും നേടിയെടുക്കാൻ സാധിക്കും. അത് സ്വർഗമാണ്. എല്ലാവർക്കും കാർ വാങ്ങിക്കാൻ പറ്റിക്കണമെന്നില്ല, എല്ലാവർക്കും വലിയ വലിയ ഇടങ്ങളിൽ എത്താൻ പറ്റിക്കണമെന്നില്ല. പക്ഷെ സ്വർഗം വിശ്വാസം ശരിപ്പെടുത്തിയ, സൽക്കർമ്മങ്ങൾ പാലിക്കുന്ന, ഷിർക്കും ബിദ്അത്തും ഹറാമും അനാവശ്യങ്ങളും ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളും ജീവിതത്തിൽ ബാധിക്കാതെ പടച്ചറബ് പറഞ്ഞ രീതിയിൽ ഓരോ രംഗവും ചിട്ടപ്പെടുത്തുന്നവർക്ക് പടച്ചറബ് ഒരുക്കി വെച്ചതാണ് സ്വർഗം. ആ സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, അള്ളാഹു സത്യമാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളും സത്യമാണ്. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പതറാനില്ല, ഒരിക്കലും തളരാനില്ല, ഒരിക്കലും മടുപ്പ് ബാധിക്കാനില്ല. ജീവിക്കണം. പടച്ചറബ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത്, കിട്ടിയ അനുഗ്രഹത്തിന് ശുക്ർ കാണിച്ച്, കിട്ടാത്തതിനെ കുറിച്ചോർത്തുള്ള പരാതി വെടിഞ്ഞ് കിട്ടിയതിന് ശുക്ർ കാണിച്ച് കൂടുതൽ കൂടുതൽ റബ്ബിലേക്ക് അടുത്ത്, റബ്ബേ ദുനിയാവ് തന്നെ പ്രയാസകരമാണ്, നാളെ പരലോകവും എനിക്ക് നീ പ്രയാസമാക്കരുത് എന്ന് പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയാണ് വാളുകൊണ്ട് വേദന ശരീരം പിളർന്നുപോയി സ്വർഗത്തിൽ പോയവരും സമ്പത്തും അതുപോലെ തന്നെ സൗകര്യങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് സ്വർഗത്തിൽ പോയവരും ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി രണഭൂമിയിലേക്ക് അതിശൈത്യമുള്ള അതിചൂടുള്ള തബൂക്കിലും അതിശക്തമായ തണുപ്പുള്ള അഹ്സാബിലും പങ്കെടുത്ത സഹാബത്തും പോയ സ്വർഗത്തിൽ നമുക്കും പ്രവേശിക്കാൻ സാധിക്കും. അല്പം ഒരു മനസ്സും ഒരു ശ്രമവും നല്ല ഒരു പഠനവും ചെറിയ ഒരു ശ്രദ്ധയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് മാത്രം. കാണുമ്പോഴും കേൾക്കുമ്പോഴും പറയുമ്പോഴും ധരിക്കുമ്പോഴും തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ജീവിതത്തിൻ്റെ ഓരോ രംഗത്ത് ഇടപെടുമ്പോഴും അള്ളാഹുവിനെ ഓർക്കണം. പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾ പാലിക്കണം. എൻ്റെ റബ്ബെനിക്കുണ്ട്, അവൻ എനിക്കൊരു മാർഗം തുറന്നു കാണിക്കും. മരിച്ചു ചെന്നാൽ അവൻ എന്നെ സ്വീകരിക്കും. അവൻ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എനിക്ക് തിരിച്ചു നൽകും. എനിക്ക് നഷ്ടമായവരെ എന്നിലേക്ക് അവൻ ചേർക്കും എന്ന ആ ഒരു പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നേടാനുള്ള ഏറ്റവും വലിയ സ്വത്താകുന്ന സ്വർഗം നേടാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.